എത്ര ആളുകളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഈ പാപം തീർക്കാൻ കഴിയോ? ഉപ്പ മരിച്ചിട്ട് കടമുണ്ടെങ്കിൽ മക്കൾ ഏറ്റെടുത്ത് വീട്ടുമെന്ന് സങ്കല്പിക്കാം. അതേ സക്കാത്ത് നോമ്പ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കാം. അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് സങ്കല്പിക്കാം. അതേ സമയത്ത് ഏത് ഹാജിയാരാണെങ്കിലും ഏത് ആളാണെങ്കിലും എത്ര മൗലിദോദിയാലും എത്ര സുന്നത്ത് ചെയ്താലും പ്രസംഗിച്ചാലും ജീവിതത്തിൽ ഒരു പാവപ്പെട്ടവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രയാസപ്പെടുത്തിയ മനുഷ്യനെ സന്തോഷിപ്പിക്കാതെ അത് പൊരുത്തപ്പെടിക്കാതെ നീ രക്ഷപ്പെടൂല. മക്കൾ ഏറ്റെടുക്കൂല, കുടുംബം ഏറ്റെടുക്കൂല, സമൂഹം ഏറ്റെടുക്കൂല. ധർമ്മം കൊണ്ട് തീരൂല, പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കൂല. വലിയ ആലിമീങ്ങൾ വന്ന് ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി വലിയ വലിയ ആളുകൾ വന്ന് മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് ഒരു പാവപ്പെട്ടവനെ കണ്ണീര് കുടിപ്പിച്ചത്, ഒരു ആലിമിനെ കണ്ണീര് കുടിപ്പിച്ചത്, ഒരു പാവപ്പെട്ടവനെ കണ്ണീര് കുടിപ്പിച്ചത്, വേദനിപ്പിച്ചത് റബ്ബ് പൊറുക്കൂല, നികത്താൻ കഴിയൂല. അത് തിരുത്താൻ